2 വർഷത്തെ MBA ലൈഫ് ഇതോടെ കഴിയാണ്. ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ പുറത്തൊരു വീടെടുത്തിട്ടാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ എണീറ്റിട്ട് ക്ലീനിങ് പരിപാടിക്ക് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. എവിടുന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയൂല, അത്രയധികം ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുറേ വേസ്റ്റും കുറേ കത്തിക്കാനും കുറേ വീട്ടിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തന്ന അതേപോലെ നമ്മൾ തിരിച്ചു കൊടുക്കും വേണമല്ലോ. അതുകൊണ്ട് തന്നെ കുറേ ക്ലീനിങ് ഉണ്ടായിരുന്നു. ക്ലീനിങ്ങിൻ്റെ ഒടുവിൽ നമുക്കൊരു 3-4 കവറ് ഫുള്ള് മീൻസ് ആക്രി സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ആ ഓട്ടോയിൽ കയറ്റിയിട്ട് ആദ്യം ഫസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോയി. അത് നമ്മുടെ തൊട്ടടുത്തായിരുന്നു. നോക്കുമ്പോൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ദൂരമുള്ള ഒരു കടയിലേക്കാണ് പോയത്. എന്തായാലും ഇതിൽ നിന്ന് വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ പൈസ നമ്മൾ ഓട്ടോക്കും കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. പിന്നെ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ക്ലീനിങ്ങും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. എന്തോ ഈ റൂമിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ളവരൊക്കെ നമ്മൾ എന്തായാലും കാണും. കാരണം എക്സാംസ് കഴിഞ്ഞിട്ടില്ല, എന്തായാലും കാണും. പക്ഷെ നമുക്ക് എന്തായാലും ഈ റൂം നമുക്ക് തിരിച്ചെന്തായാലും കിട്ടൂല. നമുക്കാണെങ്കിൽ കുറേ ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 4 ബാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് കുറേ ലഗേജ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ശരിക്കും ഈ ബാഗൊന്നും ഇട്ടിട്ട് നമുക്ക് തീരെ നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നമ്മളാണെങ്കിൽ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എന്നാ പോണത് എപ്പോഴാണ് പോണതെന്ന് നമുക്ക് തീരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജനറലിൽ കുത്തിപ്പിടിച്ച് കയറി. പക്ഷെ നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-3.5 മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ച് നാടെത്തിയിരിക്കുകയാണ്. അതിന് ഉപ്പ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഈ ഒരു സ്കൂട്ടിമേ ഉള്ള ലഗേജൊക്കെ ഫുൾ കയറ്റിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ഒരു 5:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് കുറച്ചധികം പോകാനുള്ളതുകൊണ്ട് മഗ്‌രിബ് പോകാൻ കൊടുക്കണതിൻ്റെ തൊട്ട് മുന്നേട്ട് നമ്മൾ എത്തിയത്. അപ്പം തന്നെ ഉമ്മ വീട്ടിലെത്തുന്നപ്പോൾ ഫുൾ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഭാഗം പാർട്ട് 2.